ഈ വീഡിയോ നിങ്ങൾ കാണാതെ പോകരുത്. കൂട്ടുകാരെ, വേണ്ട എഞ്ചിൻ ഇപ്പോൾ ഓഫാണ്. ഇഗ്നിഷൻ ഞാൻ ഓൺ ആക്കാൻ പോവുകയാണ്. ഡീസൽ ടാങ്കിൻ്റെ ലെവൽ കണ്ടോ, ഏറ്റവും താഴെ കിടക്കുകയാണ്. ഇഗ്നിഷൻ ഞാൻ ഓൺ ചെയ്തു. വേണ്ട ഇപ്പം തന്നെ ഡീസൽ ടാങ്കിൻ്റെ സൂയി കണ്ടോ, തീരാറായി. ഏകദേശം 200 കിലോമീറ്റർ ഇനിയും വണ്ടി ഓടും. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, എൻ്റെ ഡീസൽ അടിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ 2 ടാങ്ക് ഉണ്ടെങ്കിൽ 200 കിലോമീറ്റർ ഓടും. ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതാണ്. നമുക്കറിയാം, എല്ലാ വാഹനത്തിലും 2 ടാങ്ക് ഉണ്ട്. വലിയ വണ്ടികൾ 1 ടാങ്ക് ഉണ്ടെങ്കിൽ അവർക്കല്ല, 2 ടാങ്ക് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ്. വണ്ടിക്കകത്ത് ഡ്രൈവറിൻ്റെ സൈഡിൽ എപ്പോഴും ഒരു 400-ൻ്റെ ടാങ്ക് കാണും, മിക്കവാറും എല്ലാ വണ്ടിയിലും. അതുപോലെ ഈ റൈറ്റ് സൈഡിൽ ഒന്നി 650 ടാങ്ക് ആയിരിക്കും, അല്ലെ 550-ൻ്റെ ആയിരിക്കും. എന്തായാലും ഇതിൻ്റെ മെക്കാനിസം ഞാൻ പറയാൻ കൂട്ടുകാരെ, അവിടെ നിന്നൊരു പൈപ്പ് അടിയിൽ കൂടെ ഇങ്ങോട്ട് പോകുന്നുണ്ട്. ഇതേണ്ടേ, അവിടെ നിന്നൊരു പൈപ്പ് ഈ ടാങ്കിലേക്കുള്ള ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡീസൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. വണ്ടി അങ്ങോട്ട് ചരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ, ഡ്രൈവർ സൈഡിലേക്ക് ചരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ ഡീസൽ അങ്ങോട്ട് പോകും. ഇങ്ങോട്ട് റൈറ്റിലോട്ട് ചരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ ഡീസൽ ഇങ്ങോട്ട് വരും. എപ്പോഴും മനസ്സിലാക്കുക, മെയിൻ ടാങ്കിൽ നിന്നാണ് ഇഞ്ചക്ടറിലേക്ക് അല്ലെങ്കിൽ നോസിലേക്ക് പമ്പ് വഴി ഡീസൽ കയറി പോകുന്നത്. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഡീസൽ അടിക്കാൻ പൈസ കാണത്തില്ല, അല്ലെങ്കിൽ ഒരുപക്ഷെ ഡീസൽ പമ്പൊക്കെ ദൂരമായിരിക്കും. ആ ഒരു സാഹചര്യത്തിൽ ഡ്രൈവർമാരെല്ലാം ചെയ്യുന്നത് ഇവിടെ നിന്ന് ഡീസൽ ഊറ്റി മറ്റേ ടാങ്കിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യാറ്. അത് കഴിഞ്ഞ് ഇത് ലോക്ക് ചെയ്ത് വെക്കും, ഇതിൻ്റെ പൈപ്പ്. അത് മാത്രമല്ല, ഡീസൽ തീർന്നു കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് സൈഡ് ഡ്രൈവർ സൈഡിലോട്ടൊക്കെ വണ്ടി ചരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ വണ്ടി ഇഞ്ചൻ ഓഫ് ആവുകയും ചെയ്യും. അങ്ങനെയും ചിലപ്പോൾ സംഭവിക്കാം. കാര്യം റൈറ്റ് സൈഡിൽ നിന്ന് ഡീസൽ മൊത്തം ഇങ്ങോട്ട് വരും. അപ്പോൾ ഡീസൽ ഇഞ്ചന് കിട്ടത്തില്ല, അങ്ങനെ ഇഞ്ചൻ ഓഫ് ആവും. ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ വണ്ടി റൈറ്റിലേക്ക് ചരിച്ചിടുക, കുഴിയിലേക്ക്. റൈറ്റ് ഭാഗം എപ്പോഴും ചരിഞ്ഞ് കുഴിയിലേക്ക് കിടക്കണം. അപ്പോൾ ഡീസൽ അവിടെ നിന്ന് ആ ടാങ്കിൽ നിന്ന് മൊത്തം ഇങ്ങോട്ട് വരും. അതിനുശേഷം പൈപ്പ് ലോക്ക് ചെയ്ത് വെക്കണം. അതിൽ നിന്ന് ഫുള്ള് ഡീസൽ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ പൈപ്പ് വഴി തന്നെ വന്നോളും, ചരിച്ചിട്ട് കഴിഞ്ഞാൽ. അത് കഴിഞ്ഞ് ഡ്രൈവർ സൈഡിലുള്ള ഈ ഡീസലിൻ്റെ പൈപ്പ് അടിയിൽ നിന്ന് ഒന്ന് മടക്കി കെട്ടി വെക്കണം. ഓക്കെ, അതുകൊണ്ട് ഈ പൈപ്പ്, ഈ ഡീസൽ ടാങ്കിൻ്റെ പൈപ്പ് എന്ത് ചെയ്യണം, അതുകൊണ്ട് ഇങ്ങനെ മടക്കി കെട്ടി വെക്കണം. ഇത് കണ്ടോ, ഇങ്ങനെ മടക്കി കെട്ടി വെച്ചാൽ മതി. പിന്നെ ഡീസൽ വലിയ ടാങ്കിൽ നിന്ന് ഇങ്ങോട്ട് വരത്തില്ല. അറിവ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂട്ടുകാരിലേക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ടാങ്ക് വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.